എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ്. ഇതിന് ഉണ്ടാക്കിയതാണ്. ഇതിന് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. സ്റ്റൗ ഓണാക്കി പാൻ വെച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിന് ഞാൻ അളവ് എടുക്കുന്നില്ല, കാരണം വെള്ളം വറ്റിച്ചല്ല എടുക്കുന്നത്. ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം അങ്ങനെയല്ല, അങ്ങനെ എടുക്കുന്നവരുണ്ടാവും, അതങ്ങനെ എടുക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ചീരകം എല്ലാം മിക്സ് ചെയ്തിട്ട് അതിൽ വെള്ളത്തിലിട്ടിടാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ലെമൺ എടുത്ത് അതിൻ്റെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 2 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വയ്ക്കണം അരി. അല്ലെങ്കിൽ ഒരു 10, 15, 20 മിനിറ്റെങ്കിലും വേണം. പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. കൂടുതൽ ഇട്ട് വയ്ക്കുമ്പോൾ കൂടുതൽ നല്ലതായിരിക്കും. സോഫ്റ്റ്നെസ് കൂടാനും നല്ലതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഒരു 10 മിനിറ്റ് വേവിച്ച് എടുക്കാനുള്ള സമയം വേണം. 10 മിനിറ്റേ വയ്ക്കാവൂ, അതിൽ കൂടുതൽ വയ്ക്കരുത്. 10 മിനിറ്റ് കഴിഞ്ഞു. റൈസ് കുക്കായിട്ടുണ്ട്. അതിൽ എക്സസ് വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയാം. ഇനി ചിക്കനിലേക്കുള്ള മസാല റെഡി ആയിട്ട് എടുക്കാം. അതിനു വേണ്ടി കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ചീരകം, ജീരകം, നല്ല ജീരകം, അതും കൂടി എല്ലാം മിക്സ് ചെയ്തിട്ട് ചൂടാക്കി പൊടിച്ചെടുക്കാം. 2 സവാള എടുത്തിട്ടുണ്ട്. ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ജിഞ്ചർ ചതച്ചെടുത്തിട്ടുണ്ട്. അരച്ച് പേസ്റ്റാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ. പച്ചമുളക് 4 എണ്ണം ചതച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഗരം മസാല ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ. മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ എടുത്തത്. കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കൊറിയാണ്ടർ പൊടി ഇട്ടിട്ട് തൈര് ഉപയോഗിക്കാം. ഇവിടെ 2 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. അതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കാഷ്യൂനട്ടും ഒനിയൻ എല്ലാം ഫ്രൈ ചെയ്ത് ആദ്യം തന്നെ എടുത്തു വയ്ക്കണം. അതിലേക്ക് വേണ്ട മല്ലിയില എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ചിക്കൻ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ അതിലും കൂടുതൽ എടുത്ത് മിക്സ് ആവാൻ വേണ്ടി എടുത്തു വയ്ക്കണം. എന്നിട്ട് വേണം കുക്ക് ചെയ്യാൻ. 1 hour വെച്ചാലും കുഴപ്പമില്ല, അതിലും കൂടുതലും വെക്കാം.
വെള്ളം അധികം ഒഴിക്കണ്ട, ബാക്കി മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ചിട്ട് എടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം, ഇടയ്ക്കൊന്ന് തുറന്ന്. വീണ്ടും അടച്ചു വെച്ച് ഒന്നും കൂടി കുക്കാവാണ്ട്. ഗ്രേവി അതിൽ കുറച്ച് വെക്കണം. റൈസ് ഇടുമ്പോൾ അടി പിടിക്കാതിരിക്കാൻ, നമ്മൾ ആവി കയറ്റുന്ന സമയത്ത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ഗ്രേവി അതിൽ വേണം. ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുക്കാം. റൈസ് ഒന്ന് കൂളായതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. ഫ്രൈ ചെയ്ത് വെച്ച എല്ലാം ആഡ് ചെയ്യാം ഫസ്റ്റ് ലെയറിൽ തന്നെ. കളർ മിക്സ് ചെയ്യണം. അതിനുവേണ്ടി മഞ്ഞൾപ്പൊടി ചൂടുവെള്ളത്തിൽ കലക്കി അങ്ങനെ ചെയ്യാം. കളർ യൂസ് ചെയ്യണേക്കാൾ നല്ലത് ഇതായിരിക്കും. ബാക്കി റൈസും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ലെമൺ എടുത്ത് അതിൻ്റെ ജ്യൂസ് ആഡ് ചെയ്യാം. ഇനി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആവി കയറ്റിയെടുക്കാം. അപ്പം നന്നായിട്ട് അടച്ച് വെച്ച് ആവി കയറാൻ വയ്ക്കാം. റെഡി ആയിട്ടുണ്ട്. ആവിയൊക്കെ മേലേക്ക് വന്നു തുടങ്ങി. നന്നായി കുക്കായിട്ടുണ്ട്. ഇത് കുറച്ച് ഗ്രേവി അടിയിലുള്ളതുകൊണ്ടാണ് അടി പിടിക്കാതെ കിട്ടിയത്, നന്നായിട്ട് കിട്ടിയത്. ഇങ്ങനെ വേണം ചെയ്യാൻ. ഇത് സർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടുതൽ ഫ്രൈ ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഇതിൽ വേഗം തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും വരാം.